കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങളെന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആയിരത്തി 1996 കന്നി അംഗത്തിൽ CPIയുടെ പി രാജുവിനോട് അടിപതറിയെങ്കിലും അതേ പി രാജുവിനെ 2001 തുരത്തി പറവൂർ നിയമസഭാ മണ്ഡലം പിടിച്ച നേതാവാണ് VD സതീശൻ. പിന്നീട് 2001, 2006, 2011, 2016, 2021 വർഷങ്ങളിലെ നിയമസഭാ പോരാട്ടങ്ങളിൽ പറവൂരിനെ കൈപ്പിടിയിലൊതുക്കാൻ VD സതീശന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് പറവൂർ നിയമസഭാ മണ്ഡലം. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം എന്ന നിലയ്ക്കാണ് പറവൂരിന് ആ തലയെടുപ്പുള്ളത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി തങ്ങളുടെ MLA ആയി തുടരുന്ന VD സതീശനെ കുറിച്ച് പറവൂരുകാർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് വിശദമായി നോക്കാം. അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. 2001 അദ്ദേഹം വിജയിക്കുമ്പോൾ ഇവിടെ പ്രധാനമായി നമ്മൾ ഉണ്ടായിരുന്നത് കുടിവെള്ള പ്രശ്നമാണ് പറവൂരിൽ. ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുകൊണ്ടാണ് 2006 ഇലക്ഷനിലേക്ക് കടക്കുന്നത്. 2006 ഇലക്ഷനിൽ അദ്ദേഹത്തിന് 7000-ൽ പരം വോട്ടുകളാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. ആദ്യമായി ഈ മണ്ഡലത്തിൽ നിന്ന് VD സതീശൻ ജയിക്കുമ്പോൾ ലഭിച്ചത് 7792 വോട്ടിന്റെ ഭൂരിപക്ഷം. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടുന്ന ട്രാക്ക് റെക്കോർഡ്. അവസാനം മത്സരിച്ച 2021 തെരഞ്ഞെടുപ്പിൽ 21,301 വോട്ടിന്റെ ലീഡ് നൽകിയാണ് പറവൂരുകാർ ഈ കോൺഗ്രസ് നേതാവിനെ നിയമസഭയിൽ എത്തിച്ചത്. 2018 പ്രളയത്തിനു ശേഷം പറവൂരിൽ നടപ്പിലാക്കിയ പുനർജനി ഭവന പദ്ധതിക്കായി വിദേശത്തു നിന്ന് ചട്ടങ്ങൾ ലംഘിച്ച് ഫണ്ട് ശേഖരിച്ചുവെന്ന പ്രധാന ആരോപണത്തെ മറികടന്നാണ് ആ വിജയം. പറവൂർ മണ്ഡലത്തിൽ വികസന കുതിപ്പല്ല വികസന കിതപ്പാണെന്ന ആക്ഷേപവും അന്തരീക്ഷത്തിലുണ്ട്. മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും പറവൂർ മണ്ഡലത്തിൽ സ്വീകരിച്ചിട്ടില്ല. MLAക്ക് പാസ് മാർക്ക് നൽകാൻ എന്തായാലും ആവില്ല. MLAക്ക് ഈ മണ്ഡലത്തിൽ നിലവിലുള്ള സ്ഥിതി പരിശോധിച്ച് കഴിയുമ്പോൾ വിജയിച്ചൊരു MLA എന്ന് VD സതീശനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പാസ് മാർക്ക് നൽകാൻ പറ്റില്ല. MLAക്ക് ഞങ്ങൾ 100 മാർക്ക് തന്നെ കൊടുക്കും. എന്ത് കാര്യം പറയാൻ നമുക്ക് സാധിച്ചു തന്നെ ഒരു MLA ആണ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണത്തിന് ലോണൊന്നും ശരിയാവില്ല, സാറിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഫോണിൽ കൂടി. അപ്പോൾ തന്നെ എനിക്ക് 2 ദിവസം കൊണ്ട് ശരിയാക്കി സാറ് പറഞ്ഞതനുസരിച്ച് ശരിയാക്കി തന്നു കിട്ടും. കുഴപ്പമില്ല, ഞാൻ തിരക്കില്ല, വലിയ വികസനമൊന്നുമില്ല, നേരെ തൊഴിലുള്ളത് കയറുന്നുള്ളൂ. ഒരു വന്നിട്ട് ഇവിടെ ഒരു വികസനമൊന്നും നടന്നിട്ടൊന്നുമില്ല. ആകെ എൻ്റെ അറിവിൽ നടന്നിട്ടുള്ള വികസനം ഇവിടെ ഈ റൗണ്ട്, ഈ കച്ചേരി റൗണ്ട്, അത് മഴ പെയ്താൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പിന്നെ അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. കാരണം ചത്തോടത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടിയെത്തും. ഇവിടെ പ്രധാനമായി നമ്മൾ ഉണ്ടായിരുന്നത് കുടിവെള്ള പ്രശ്നമാണ് പറവൂരിൽ. ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുകൊണ്ടാണ് 2006 ഇലക്ഷനിലേക്ക് കടക്കുന്നത്. 2006 ഇലക്ഷനിൽ അദ്ദേഹത്തിന് 7000-ൽ പരം വോട്ടുകളാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനുമെല്ലാം തന്നെ കുടിവെള്ളമില്ലാതെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ പറവൂരിലെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായി. പരീക്ഷാക്കാലത്ത് പോലും കുട്ടികൾക്ക് കുടിവെള്ളം മുടങ്ങിയ സാഹചര്യവും വീടുകളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഉച്ചക്കഞ്ഞി വിതരണം സ്കൂളുകളിൽ കൊടുത്തത്. അതുപോലെ വിദ്യാഭ്യാസ അവാർഡുകൾ, നിരവധിയായ പദ്ധതികൾ, സ്കൂളുകൾക്ക് ആവശ്യമായ ലാബുകൾ, സ്കൂൾ വണ്ടികൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. നിരവധിയായ റോഡുകൾ, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പഞ്ചായത്തുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട്
അദ്ദേഹം വരുന്നത്. വീണ്ടും 2016 അദ്ദേഹത്തിന് 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത്. പശ്ചാത്തല മേഖലയിൽ ഏറ്റവും വികസനമുരടിപ്പുള്ള കേരളത്തിലെ മണ്ഡലം പറവൂരാണ്. അദ്ദേഹം കിഫ്ബിനെ എതിർത്തു, കിഫ്ബി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു, കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു, കിഫ്ബിക്കെതിരെ നിയമപരമായി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ കിഫ്ബി നൽകിയ കുറച്ച് വികസനങ്ങളല്ലാതെ, സ്കൂളുകളുടെ വികസനത്തിനല്ലാതെ ഇടുങ്ങിയ ജംഗ്ഷനുകൾ, ഇനിയും പണിയേണ്ട നിരവധി പാലങ്ങൾ, വികസിപ്പിക്കേണ്ട റോഡുകൾ, അടിസ്ഥാന മേഖലയിൽ ഉണ്ടാവേണ്ട വലിയ വികസന കുതിപ്പൊന്നും ചുറ്റുവട്ടത്ത് കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഉണ്ടായതുപോലെ പറവൂർ മണ്ഡലത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പറവൂരിലിപ്പോൾ വലിയ വികസന നായകനായിട്ട് നമ്മുടെ MLA അവതരിപ്പിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ നുണക്കോട്ടകൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ ഇപ്പോൾ തകർന്ന് വീഴുകയാണ്. MLAയുടെ നുണകൾ തന്നെ മണ്ഡലത്തിൽ വളരെ ഫേമസാണ്. VD സതീശനാണ് ഈ ഏറ്റവും കൂടുതൽ, പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും കൂടുതൽ ഈ പിണറായി വിജയനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കടന്നാക്രമിക്കുന്നത്. അത്രയും തന്നെ ആരും തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ആരും തന്നെ അത്രയും കൃത്യമായും വ്യക്തതയോടും കൂടി ആരും പറയുന്നില്ല. അതുകൊണ്ട് CPM അതിനൊരു ആളെ ഇരുത്തി, പറയാല്ല, നികേഷ് കുമാർ അദ്ദേഹത്തിന് ഇരുത്തി, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് അത്. അപ്പോൾ ബേബിനെ കൊണ്ട് പാത്രം വരെ കഴിപ്പിച്ചല്ല അവർ. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് ഈ CPM നുണ പ്രചരണങ്ങൾ എന്ന് പറഞ്ഞ് അടിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ ആക്രമിക്കുന്നത് കൊണ്ടുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ടൈം MLA ആയ ഒരാൾക്കാണെങ്കിൽ ഒരു എക്സ്ക്യൂസ് പറയാൻ സാധിക്കും. 1/4 നൂറ്റാണ്ട് കാലം തുടർച്ചയായിട്ട് പറവൂരിൻ്റെ MLA ആയിരുന്നൊരു വ്യക്തി ഒരു കളിമൈതാനം പോലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പരാജയപ്പെട്ട MLA ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. രൂക്ഷമായ വെള്ളപ്പൊക്കം പറവൂരിനാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രദേശങ്ങളിൽ, ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ബാധിച്ചൊരു പ്രദേശം. അതിനെ രണ്ടാമത് കരകയറ്റിയത് ഈ VD സതീശൻ എന്ന് പറയുന്ന MLA ആണ്. അദ്ദേഹം നേരിട്ട് നിന്ന്, അന്നത്തെ ആ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നേരിട്ട് നിന്ന് ഈ പ്രദേശത്തെ മുഴുവൻ അദ്ദേഹം രണ്ടാമത് വീണ്ടെടുത്തുകൊണ്ടാണ് അദ്ദേഹം 2021 ഇലക്ഷന് നേരിടുന്നത്. ഈ 2021 അദ്ദേഹത്തിന് 23,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 2018 പ്രളയത്തെ തുടർന്ന് പ്രളയ ദുരിതബാധിതരെ സഹായിക്കാനെന്നുള്ള പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് MLA വലിയ രീതിയിൽ റീലുകളൊക്കെ ഇറക്കി നടക്കുന്നുണ്ട്. പറവൂരിൽ 1,95,000 വരുന്ന വോട്ടർമാരുണ്ട് പറവൂർ മണ്ഡലത്തിൽ. അവരിൽ ആർക്കൊക്കെയാണ് പുനർജനിയുടെ സഹായം കിട്ടിയെന്ന് ചോദിച്ചാൽ MLA ഇറക്കുന്ന റീലുകളിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്, ഞാൻ വേറെ പാർട്ടിയുടെ അനുഭാവി എന്ന് പറയുന്ന തട്ടിപ്പ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പറവൂരിനെ പുനർനിർമ്മിച്ചത് പ്രളയത്തെ തുടർന്നും പല പ്രതിസന്ധികളെ തുടർന്നുണ്ടായ പറവൂരിനെ പുനർനിർമ്മിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടാണ് വടക്കേര പഞ്ചായത്തിൽ 500-ലധികം വീടുകൾ, ചിറ്റാറ്റുര പഞ്ചായത്തിൽ, പുത്തംവേലിക്കരയിൽ, ചേന്നമംഗലത്തെല്ലാം തന്നെ പ്രളയബാധിത പഞ്ചായത്തുകളിൽ 2,000-ലധികം വരുന്ന വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് LDF സർക്കാരാണ്. 8,000-ലധികം പെൻഷൻകാർ പെൻഷൻ മേടിക്കാൻ വരുന്ന സ്ഥലമാണ് പറവൂരിലെ ട്രഷറി കെട്ടിടം. ആ ട്രഷറി പഴയ കെട്ടിടത്തിൽ ഈ 1/4 നൂറ്റാണ്ട് കാലം MLA ആയിരുന്ന VD സതീശൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുതിയ ട്രഷറി കെട്ടിടം നിർമ്മിക്കാനായില്ല. ആ ട്രഷറി തകർന്നു വീണു. ഇല്ല, ഇപ്പോൾ ട്രഷറി മേടിക്കുന്നത് ട്രഷറി പ്രവർത്തിക്കുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ്. TBയിൽ പെൻഷൻ മേടിക്കാൻ വരുന്ന വന്യവയോധികർ മരത്തിനടിയിലിരിക്കുന്ന കസേരയിട്ടിട്ട് നമ്മൾ കാണുന്ന കാഴ്ച, ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറവൂരിലെ കച്ചേരി മൈതാനം എന്നോ സംരക്ഷിക്കപ്പെടേണ്ട, മനോഹരമായി അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് കോടതി സമുച്ചയവും അതിനകത്തുള്ള താലൂക്ക് ഓഫീസും അതിനകത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ എന്നേ പുതിയതായി നിർമ്മിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കോടതി സമുച്ചയം ആകെ തകർന്ന് തരിപ്പണമായി, പറവൂരിൻ്റെ ഹൃദയ കവാടം എന്ന് വിളിക്കാൻ സാധിക്കുന്ന പറവൂരിലെ കച്ചേരി മൈതാനം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കോടതി സമുച്ചയത്തിന് കാരണം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പം കേടുപാടുകൾ ടെൻഡർ നടപടി അടുത്ത ആഴ്ച അതിൻ്റെ വർക്ക് ആരംഭിക്കും. അതുപോലെ ഹെറിറ്റേജ് പഴയ നിലയിൽ തന്നെ എല്ലാ ബിൽഡിങ്ങുകളും നിലനിർത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി പുതിയ ഹെറിറ്റേജ് ബിൽഡിങ്ങുകളും അവിടെ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പം നവീകരിക്കും. ഇപ്പം നവകേരള സദസ്സിലൂടെ 2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ. 1/4 നൂറ്റാണ്ട് കാലം സമയം ലഭിച്ചിട്ട് പോലും ഇനി ഭാവിയിൽ ചെയ്യാമെന്നാണ് MLA പറയുന്നത്. പറവൂർ ഉപജില്ലാ കായികമേളയിൽ പങ്കെടുത്തിട്ടുള്ള സ്കൂൾ കുട്ടികൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ കുട്ടികൾ ഇരിഞ്ഞാലക്കുടയിൽ പോയിട്ടാണ് ഗ്രൗണ്ടിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തല വികസനം, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കായിക മേഖല, സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക, അത് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക, ഇതൊന്നും തന്നെ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് പറവൂർ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആശുപത്രിയുടെ പഴയ ബിൽഡിംഗ്, പൊളിക്കാൻ നിർത്തിയിരിക്കുന്ന ബിൽഡിങ്ങുകൾ കാണിച്ചുകൊണ്ടാണ് അവർ ഇടയ്ക്ക് ഈ വാട്സപ്പിലൊക്കെ പടമിടുന്നത്. പൊളിക്കാൻ നിർത്തിയിരിക്കുന്ന ബിൽഡിങ്ങുകൾ, അവിടെ ഏതാണ്ട് 60,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള പുതിയ സമുച്ചയം അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ബിൽഡിംഗ് പുതിയ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രികളും വളരെ മാസ്റ്റർ പ്ലാനെല്ലാം തയ്യാറാക്കി വലിയ ആശുപത്രി കെട്ടിടങ്ങളായി വികസിച്ചപ്പോൾ പറവൂരിലെ ആശുപത്രിക്ക് അതിനനുസൃതമായ വികസനം ഉണ്ടായിട്ടില്ല.
വിദ്യാഭ്യാസ മേഖല നോക്കട്ടെ, മോഡലുകളാണെന്ന് പല മണ്ഡലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷേ പറവൂർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MLA തന്നെ വന്ന് വലിയ ഉദ്ഘാടനം നടത്തിയ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ റോക്കറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ റോക്കറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ പ്രാവ് തൂറിയിട്ടേക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പവലിയനൊക്കെ ഉണ്ട്, അതൊക്കെ പൂട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ തുടർച്ചയില്ല. തൊട്ടപ്പുറത്തെ മണ്ഡലങ്ങളിൽ കളമശ്ശേരിയിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് പോഷകാഹാരം വേറെ കൊടുക്കുന്നുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിലും കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പോലും യാതൊരുവിധ പദ്ധതികൾക്കും കുട്ടികൾക്ക് വേണ്ടി പോഷകാഹാരത്തിനോ ആരെങ്കിലും മെച്ചപ്പെട്ട പദ്ധതികളൊന്നും തന്നെ ഈ മണ്ഡലത്തിനകത്ത് ഇല്ല. പുനർജനി പദ്ധതിയിൽ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കും, 12 പേർക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ ആഘോഷപൂർവ്വം ഈ ശിലാസ്ഥാപനം നടക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ ഈ 7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലത്തോളം കഴിഞ്ഞിട്ടും ഈ ശിലാസ്ഥാപനം നടത്തിയ കല്ലിൽ പുല്ല് പിടിച്ച് മാഞ്ഞു പോകുന്നു എന്നല്ലാതെ യാതൊരുവിധ നടപടിയും തുടർന്നുണ്ടായിട്ടില്ല. പുനർജനി ഇനിയും വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ച് ഇവിടെ ചാരിറ്റി ചെയ്യുകയാണ്, ധാരാളം പേരെ സഹായിക്കുകയാണെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പിന്നീട് വിവാദമായി കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു, ഞാൻ അങ്ങനെ പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. ഈ പുനർജനിയുടെ ഭാഗമായി എത്ര പണം പിരിച്ചു, എത്ര പേർക്ക് വീടുകൾ കൊടുത്തു, ഇന്ന് വരെ ഈ നിമിഷം വരെ പുനർജനിയുടെ ഭാഗമായി പിരിച്ചിട്ടുള്ള പണത്തിൻ്റെ കണക്കോ ജനങ്ങൾക്ക് കൊടുത്ത വീടുകളുടെ കണക്കോ ഒന്നും തന്നെ MLA ഞാനത് പരസ്യപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞിട്ട് പോലും ഇതുവരെ പരസ്യപ്പെടുത്താൻ തയ്യാറാകാത്തത് ദുരൂഹമാണ്. അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ആരംഭിക്കും. ഏകദേശം 220ഓളം വീടുകൾ നമ്മൾ പുനർജനിയിൽ മാത്രമാണ്. അതിൽ കൂടാണ്ട് 350ഓളം വീടുകളുടെ ഭാഗിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് അത് വിജിലൻസിൻ്റെ അന്വേഷണം കഴിഞ്ഞതാണല്ലോ. അതിൽ ഒന്നും തന്നെ ഇല്ലയെന്ന് കണ്ട് ഉള്ളിനെ ക്ലീൻ ചീറ്റ് കൊടുത്തതാണ്. അത് എങ്ങനെയാണെന്നത് കൃത്യമായിട്ട് അത് അന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ഈ CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഇലക്ഷൻ ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഇലക്ഷനിലും ഉണ്ട്. ഒരു കാലത്ത് സതീഷ് പേരെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ ആദ്യ ഇലക്ഷനുകളുടെ പുറത്ത് അത് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ MLA കുറിച്ച് പറവൂരുകാർക്ക് ധാരാളം വിമർശനങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉയരുന്ന ലീഡ് നില VD സതീഷിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തില്ല. ആ ആത്മവിശ്വാസം ഇക്കുറിയും തുണയ്ക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.